ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 20ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. യൂദാ ഗോത്രക്കാർ പരാജയപ്പെടുത്തിയതിൽ പെടാത്തത് ആര്? എ. തൽമായി, ബി. അർബ, സി. ഷെഷായി, ഡി. അഹിമാൻ. ഉത്തരം ബി. അർബ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കിരിയാത്ത് അർബയുടെ പുതിയ പേരെന്ത്? എ. ഹെബ്രോൻ, ബി. അഹലാബ്, സി. അഫീഖ്, ഡി. ബസേഖ്. ഉത്തരം എ. ഹെബ്രോൻ. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്ന മോവാബ് രാജാവ് ആര്? എ. അദോണി സെദേക്ക്, ബി. പീറാം, സി. എഗ്ലോൻ, ഡി. ബാഷ. ഉത്തരം സി. എഗ്ലോൻ. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം അനുസരിച്ച് ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നത് ആര്? എ. സിസേറ, ബി. ബാറഖ്, സി. യാബീൻ, ഡി. ദബോറ. ഉത്തരം സി. യാബീൻ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ? എ. ജായേൽ, ബി. തിർസ, സി. മനോവ, ഡി. മിൽക്ക. ഉത്തരം എ. ജായേൽ. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. മനാസെ ഗോത്രക്കാരനായ ന്യായാധിപൻ ആര്? എ. ഗിദയോൻ, ബി. ഒത്നിയേൽ, സി. ഏഹൂദ്, ഡി. ജായിർ. ഉത്തരം എ. ഗിദയോൻ. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 24-ാം വാക്യം. സ്വർണ്ണകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ഇസ്മായേല്യർ ആര്? എ. പൗരസ്ത്യർ, ബി. അമ്മോര്യർ, സി. മിദിയാൻകാർ, ഡി. മൊവാബ്യർ. ഉത്തരം സി. മിദിയാൻകാർ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം. ജെറുബ്ബാലിന് ആകെ എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? എ. 70, ബി. 71, സി. 72, ഡി. 75. ഉത്തരം ബി. 71. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം. ജായിർ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? എ. 23 വർഷം, ബി. 40 വർഷം, സി. 18 വർഷം, ഡി. 22 വർഷം. ഉത്തരം ഡി. 22 വർഷം. ചോദ്യം 10. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 18-ാം വാക്യം. നിയമനിഷേധകൻ്റെ എന്താണ് കർത്താവിന് സ്വീകാര്യമല്ലാത്തത്? എ. ബലി, ബി. കാഴ്ചകൾ, സി. ജ്ഞാനം, ഡി. ഭക്തി. ഉത്തരം ബി. കാഴ്ചകൾ. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 19-ാം വാക്യം. പ്രയത്നങ്ങൾക്ക് എന്തനുസരിച്ചാണ് കർത്താവ് പ്രതിഫലം നൽകുക? എ. കഴിവിന്, ബി. വാഗ്ദാനത്തിന്, സി. വൈഭവത്തിന്, ഡി. വിശ്വാസത്തിന്. ഉത്തരം സി. വൈഭവത്തിന്. ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായം 20-ാം വാക്യം. കുടിലബുദ്ധി വിതയ്ക്കുന്നത് എന്ത്? എ. നാശം, ബി. ദുഃഖം, സി. ശാപം, ഡി. കലഹം. ഉത്തരം ബി. ദുഃഖം. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 9-ാം വാക്യം. നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ മാറി നിൽക്കുന്നതാര്? എ. അസൂയാലു, ബി. അയൽക്കാരൻ, സി. കുടിലബുദ്ധി, ഡി. ഉപദേശകൻ. ഉത്തരം ഡി.
ഉപദേശകൻ. ചോദ്യം 14. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 18-ാം വാക്യം. ചിന്തയുടെ ശാഖകളുടെ നിയന്താവ് ആര്? എ. നാവ്, ബി. ഹൃദയം, സി. കർത്താവ്, ഡി. ജ്ഞാനം. ഉത്തരം എ. നാവ്. ചോദ്യം 15. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 19-ാം വാക്യം. ദരിദ്രൻ്റെ ജീവിതം എന്ത് നിറഞ്ഞതാണ്? എ. ദുഃഖം, ബി. ഹൃദയഭാരം, സി. വേദന, ഡി. കഷ്ടത. ഉത്തരം ബി. ഹൃദയഭാരം. ചോദ്യം 16. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 24-ാം വാക്യം. ആർക്കാണ് കർത്താവിൻ്റെ മാർഗം ഋജുവായിരിക്കുന്നത്? എ. ദൈവഭക്തർക്ക്, ബി. നീതിമാന്മാർക്ക്, സി. വിശുദ്ധർക്ക്, ഡി. ജ്ഞാനിക്ക്. ഉത്തരം സി. വിശുദ്ധർക്ക്. ചോദ്യം 17. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 25-ാം വാക്യം. സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായത് എന്ത്? എ. സ്വാശ്രയശീലം, ബി. ദൈവഭക്തി, സി. സതുപദേശം, ഡി. നല്ല വാക്ക്. ഉത്തരം സി. സതുപദേശം. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യം. ശിഷ്യന്മാരുടെ പക്കൽ എത്ര അപ്പവും മത്സ്യവും ഉണ്ടെന്നാണ് അവർ യേശുവിനോട് പറഞ്ഞത്? എ. 2 അപ്പവും 5 മീനും, ബി. 5 അപ്പവും 5 മീനും, സി. 2 അപ്പവും 2 മീനും, ഡി. 5 അപ്പവും 2 മീനും. ഉത്തരം ഡി. 5 അപ്പവും 2 മീനും. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് യേശുവിനോട് ചോദിച്ചതാര്? എ. ഒരു ഫരിസേയൻ, ബി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ, സി. ഒരു നിയമജ്ഞൻ, ഡി. സമരിയാക്കാരൻ. ഉത്തരം സി. ഒരു നിയമജ്ഞൻ. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യം. കണ്ണ് കുറ്റമറ്റതെങ്കിൽ എന്തു മുഴുവൻ പ്രകാശിക്കും? എ. മുറി മുഴുവൻ, ബി. പ്രവേശിക്കുന്ന സ്ഥലം മുഴുവൻ, സി. ശരീരം മുഴുവൻ, ഡി. ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ. ഉത്തരം സി. ശരീരം മുഴുവൻ. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിങ്ങളുടെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. തലമുടിയിഴകൾ, ബി. ദിവസങ്ങൾ, സി. ആയുസ്, ഡി. പ്രവൃത്തികൾ. ഉത്തരം എ. തലമുടിയിഴകൾ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 52-ാം വാക്യം. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? എ. 3 പേർ, ബി. 2 പേർ, സി. 5 പേർ, ഡി. 6 പേർ. ഉത്തരം സി. 5 പേർ. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 20-ാം വാക്യം. വിരുന്നിനു ക്ഷണിക്കപ്പെട്ടവരിൽ മൂന്നാമൻ ഒഴിവാകാൻ പറഞ്ഞ കാരണം എന്ത്? എ. കാളയെ വാങ്ങി, ബി. വയൽ വാങ്ങി, സി. വിവാഹം കഴിഞ്ഞതേയുള്ളൂ, ഡി. ഒഴികഴിവ്. ഉത്തരം സി. വിവാഹം കഴിഞ്ഞതേയുള്ളൂ. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇളയ മകനെ ഏതുതരം വസ്ത്രം ധരിപ്പിക്കുക എന്നാണ് പിതാവ് പറഞ്ഞത്? എ. പട്ടുവസ്ത്രം, ബി. കമ്പിളി വസ്ത്രം, സി. മൃദുല വസ്ത്രം, ഡി. മേൽത്തരം വസ്ത്രം. ഉത്തരം ഡി. മേൽത്തരം വസ്ത്രം. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. എന്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പമാണ് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്? എ. പ്രമാണത്തിലെ, ബി. കൽപ്പനയിലെ, സി. നിയമത്തിലെ, ഡി. വചനത്തിലെ. ഉത്തരം സി. നിയമത്തിലെ. ചോദ്യം 26. 2 കോരിന്തോസ് 7-ാം അധ്യായം 1-ാം വാക്യം. എന്തിൽ വിശുദ്ധി പരിപൂർണമാക്കാം എന്നാണ് ശ്ലീഹ പറയുന്നത്?
എ ദൈവഭക്തിയിൽ, ബി ദൈവഭയത്തിൽ, സി പ്രാർത്ഥനയിൽ, ഡി വിശ്വാസത്തിൽ. ഉത്തരം ബി ദൈവഭയത്തിൽ. ചോദ്യം 27. 2 കോറിന്തോസ് 8-5 മക്കെദോനിയക്കാർ ദൈവഹിതമനുസരിച്ച് അവരെ സമർപ്പിച്ചത് ആർക്ക്? എ യേശുക്രിസ്തുവിന്, ബി വചനത്തിന്, സി അപ്പസ്തോലന്മാർക്ക്, ഡി സുവിശേഷത്തിന്. ഉത്തരം സി അപ്പസ്തോലന്മാർക്ക്. ചോദ്യം 28. 2 കോറിന്തോസ് 10-1 ആരുടെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിലാണ് ശ്ലീഹ കോറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? എ യേശുവിൻ്റെ, ബി തീത്തോസിൻ്റെ, സി പൗലോസ്ലീഹായുടെ, ഡി ക്രിസ്തുവിൻ്റെ. ഉത്തരം ഡി ക്രിസ്തുവിൻ്റെ. ചോദ്യം 29. 2 കോറിന്തോസ് 11-32 ഏത് നഗരത്തിനാണ് അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി കാവലേർപ്പെടുത്തിയത്? എ അക്കായിയായ്ക്ക്, ബി മക്കെദോനിയായ്ക്ക്, സി ദമാസ്കസിന്, ഡി ഫിലിപ്പിയായ്ക്ക്. ഉത്തരം സി ദമാസ്കസിന്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.